ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഇന്ന് നമുക്കൊരു കുട്ടി പിക്നിക്കിന് പോവാന്ന്. ആൻഡ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു മൈറ്റ് സീ ലൈക്ക് മൈ ഹൗസ് ഇസ് ലൈക്ക് സോ മെസ്സി. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ തിരികെ മറിയൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. ബിക്കോസ് ജൂൺ എൻഡ് വി ആർ കമ്മിങ് ടു ഇന്ത്യ. വാവേൻ്റെ ചോറൂണും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വെക്കേറ്റ് ചെയ്യാണ്. സോ കാരണം ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞു. ഐ എം ഡൺ വിത്ത് മൈ ഡിഗ്രി. ഐ എം റൈറ്റ് നൗ എ ഡിഗ്രി ഹോൾഡർ. അപ്പം കുറേ കാലമായി എനിക്കിങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണം വിചാരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആക്ച്വലി ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ടേ ഇല്ല. സോ ഐ ബാഡ്ലി വോണ്ട് ടു ടേക്ക് എ ബ്രേക്ക് ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് നമ്മളൊരു 1, 2, 3 ഇപ്പോൾ തൽക്കാലം 2 എന്നാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു 2 മാസത്തേക്ക് നാട്ടിൽ പോയി ചില്ല് ചെയ്ത് നല്ലോണം ഞം എല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. സോ നമ്മളെല്ലാ സാധനങ്ങളും ഇതാ ബോക്സ് ആക്കി ഇങ്ങനെ വെക്കുന്നതാണ്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ എസ് ടു എന്താ പറയുക സ്റ്റോറേജ് ഒക്കെ ഇടാൻ വേണ്ടി. ആകാശ് പ്രദീപ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. കമോൺ ഹിയർ. ഇന്ന് നമുക്ക് പിക്നിക്കിന് പോകണം. ഇങ്ങോട്ടൊക്കെ ബാക്കോട്ടൊക്കെ കാണൂല. അതെ, പിക്നിക്ക് കാണാം. നമുക്ക് പിക്നിക്കിന് പോകണം. എന്താ തിന്നാൻ വാങ്ങാൻ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇതൊരു പിക്നിക് സമൂസ വാങ്ങിയാലോ? സമൂസ നമുക്ക് ഇവിടെ പോയിട്ട് മറ്റേ ഫ്രഞ്ച് പേസ്ട്രി മറ്റേ അയ്യോ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ സ്റ്റോർ മോളോ നമ്മളെ ക്രപ്പ് കിട്ടുന്ന രസല്ലേ? ബനാനായിട്ടുള്ള ക്രപ്പ് ഇങ്ങനെ മുറിച്ച് മനസ്സിലായോ സ്ഥലം ഏതാന്ന്? തരക്കേടില്ല. പക്ഷെ നമുക്ക് മറ്റേ ഷാമ്പയിൻ വാങ്ങിയാലോ? ഇന്ന് നമ്മള് പിക്നിക് ചെയ്യാൻ പോകുന്ന സ്ഥലം ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. റജൈന പോലത്തെ സ്ഥലത്ത് അങ്ങനെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ വളരെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മളിതുവരെ പോയില്ലല്ലോ അവിടെ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ അവിടെ പോകുന്നത്. പിന്നെ ഈ ഷുട്ടുമണി നല്ല ഉറക്കാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ പെട്ടെന്ന് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചത്. ഞാൻ എന്റെ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഇന്ന് അതൊക്കെയാണ് പ്ലാൻ. സോ ഐ വോണ്ട് ടു ഗെറ്റ് റെഡി. നമ്മൾ രണ്ടാളും പെട്ടെന്ന് റെഡി ആവാൻ പോകുന്നതാണ്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി നിങ്ങൾക്ക് ഉണ്ടാകും. കുറേ ആൾക്കാരെ കുറേ ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർപ്രൈസ് ഒരു സാധനം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഹെയറും എല്ലാം ചെയ്യട്ടെ. ലേറ്റായി. ഇപ്പം തന്നെ 1:45, 2:30 അവിടെ എത്തണം. ഓക്കെ നമ്മൾ റെഡിയായി. എല്ലാവരും റെഡിയായി. ഐ എം സോ എക്സൈറ്റഡ്. പുറത്തൊരു മഴ പെയ്യുന്ന പോലെ ഉണ്ട്. ഇത് മാർഗരറ്റ് മുത്തശ്ശി വരുന്ന. Hello. Oh, hello. How are you? Hello. Sorry, I'm taking a vlog. Baby. Oh, here. Oh, cute. Hello. Don't scare him, Mom. Hi. Do you mind if you come in my vlog? Do you mind if we're making a vlog on YouTube? No. No. Can you say hi? Oh. Thank you. How old is the baby now? 6 months today. Holy back. Yeah. Oh, and we forgot to tell you, we are going back to India for a while, for 2 months. Because usually when we do go back home and they're 6 months of age, we feed them solids, and then we usually take them to a temple before we do it. And I think she and my parents were like, we have to do it, so we're going back for 2 months. We would be back, but we are kind of moving out of the apartment. And is there space? How dare you? Thank you. See ya. Bye. ഇത് നമ്മളുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന മാർഗരറ്റ് മുത്തശ്ശിയാണ്. മാർഗരറ്റ് മുത്തശ്ശി വാവക്ക് നിറ്റ് ചെയ്ത ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? നിറ്റ് ചെയ്ത ഒരു ക്വിൽട്ട്. അവർ ഒരു ദിവസത്തിലൊരു വലിയ ക്വിൽട്ട് നിറ്റ് ചെയ്ത് കൊടുത്ത്. എന്റെ ബ്ലോഗിൽ ഹൈ പറയാം. ദിസ് ഇസ് ഗായു, ദിസ് ഇസ് അമൽ ബ്രോ, എല്ലാവരും ഉണ്ട്. അതെ, ഗായു അതെ വെയിൽ വരുന്നുണ്ട്, അതേപോലെ പോകുന്നുണ്ട്. ഇവിടെ നമ്മളെപ്പം പുറത്ത് പോകുമ്പം ഈ സുന എടുത്തിട്ടാണ് പുറത്ത് പോവാ. കാണിക്ക് ആ സുന മടക്കിയിട്ട് ചുരുട്ടിയിട്ട് ഊട്ടപ്പ. അതെ, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സ്ട്രോളറാണ് നമ്മളുടെ അടുത്തുള്ളത്. ഇല്ല, എന്താ മോം പവറാ.
തേങ്ങയാണ് ശ്രദ്ധിക്കാണ്ട് എന്തോ ഭാഗ്യത്തിന് പൊട്ടിയില്ല. അല്ല ഇവിടുന്ന് അടുത്താണ് ആ ഫ്ലോറൽ കൺസിഡർ. അമ്മേ, നമ്മളൊരു ചെറിയൊരു ഫാമിലി കാറാണ്, അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാൻ. ഗിംബലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ജൂൺ 7th ആണ്. ഇന്ന് വാവക്ക് ഗാസാണോ അത്? ഇന്ന് വാവ 6 months ഓൾഡായി. ഇന്ന് ആക്ച്വലി നമുക്ക് സോളിഡ്സ് കൊടുക്കാൻ പറ്റും. ഇന്ന് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഇന്ന് ആദ്യം ഒരു കുറുക്ക് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. മുത്താറി ആൻഡ് മമാസ് മിൽക്ക് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പിക്നിക്കിന് ഇനി പോകാം. സമൂസയും ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്കൊരു കുഞ്ഞി പിക്നിക് ഇതാക്കാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഗുഡ് ഡേ ടു ഹാവ് എ പിക്നിക്. ഈ സ്ഥലത്ത് നമ്മൾ ഇന്നേവരെ പോയിട്ടില്ല. നമ്മൾ താമസിക്കുന്ന ഈ ഒരു വലിയൊരു സിറ്റിയിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞത്. ഫ്ലോറൽ കൺസർവേറ്ററി പാർക്കാണോ? അല്ല, കൺസർവേറ്ററി. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്താ പറയുക, റെജൈനയാണെന്ന് തോന്നൂല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഭയങ്കര എനിക്ക് അത്ഭുതം തോന്നുന്നു. വിൻ്ററിൽ ഇത് മൊത്തം ഹീറ്റഡ് ആക്കി വെക്കണ്ടേ, ഇത് മൊത്തം മെയിൻറ്റെയിൻ ചെയ്യാൻ. അടിപൊളി സ്ഥലം. സോ വി ആർ ഗോയിങ് ടു സെറ്റ് അപ്പ് പിക്നിക്. ഇതാണ് എൻ്റെ പിക്നിക് ബാഗ്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയല്ല, എല്ലാം ഷെഫ് ഉണ്ടാക്കിയതാണ്. അയാൾ ചോദിച്ചു ഇത് പൊട്ടിക്കാൻ അറിയുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, പക്ഷെ പൊട്ടിക്കുന്ന ആൾ ഉണ്ട്, അതുകൊണ്ട് അയാൾ പൊട്ടിച്ചു തന്നില്ല. അത് വീഡിയോയിൽ വരണം. ഞാൻ ആ ഒരു ആകാശേട്ടൻ്റെ സ്കില്ലിലാണ് വീണ് പോയത്. കണ്ടല്ലേ, കഴിവേറിയാണ്. ബാക്കിയുള്ള മാസം എവിടെ? ഇല്ല, ഞാൻ എടുത്തിട്ട് വരാം. നമ്മൾ തിന്നായിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് തരാത്തതുകൊണ്ട് അവരെ ഞാൻ പിന്നെയും പറഞ്ഞു വിട്ടു 2-3 മാസം കൂടെ വാങ്ങാം. ഒറ്റ മാസം പൊട്ടിച്ചാൽ ശരിയാവില്ലല്ലോ. പൊട്ടിക്കുമ്പോൾ ഒരു 3-4 മിനിമം പൊട്ടിക്കണം, അല്ലേ ഏജ്? സോ നമുക്കൊരു സമൂസ ഇന്ന് നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് നിന്നാണ് വാങ്ങിയത്. ഇവിടെ നിന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്ത് അല്ല നമ്മൾ അതെ നമ്മൾ സ്ഥിരം ഇവിടെ അവിടെ നിന്ന്. പക്ഷെ അവിടെ വടയൊക്കെയാണല്ലോ നമ്മൾ കഴിക്കാറ്. സമൂസ അങ്ങനെ ഉണ്ടാവും, ചൂടുണ്ടല്ലേ? സ്ഥലം അടിപൊളിയാണ്. ബാക്കിൽ ഒരു ഫിഡിലി ഫിഗ് ഉണ്ട്. ഐ കാൺ ബിലീവ് ദാറ്റ് റിജൈന പോലത്തെ ഒരു സ്ഥലത്ത് വെൻ ഇറ്റ്സ് വെർ സോ കോൾഡ് മോസ്റ്റ് ഓഫ് ദ ടൈം they managed to grow a fiddly fig so big and you can just, you know. പൊട്ടിക്കുക 2 3 4 ഇങ്ങനത്തെ സ്കില്ലിലേക്കാണ് ഞാൻ വീടായിട്ടിരിക്കും. പറ സമൂസകൾ. ഞാൻ കാര്യം പറഞ്ഞിരുന്ന നാട്ടിൽ പോയപോലെ ഉണ്ടാണ്. ചൂടല്ലേ ഒരു ശബ്ദം. ശരിയാണോ? This is our cutie patootie Nora Beeb. ഒറ്റ വെയിലടിച്ച മൂത്ത് ചൂടെടുക്കുന്നുണ്ട് എനിക്ക്. ചൂട് വേണ്ട. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇത് നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സല്ല. ഇത് ആകാശ് പ്രദീപ് ഉണ്ടാക്കിയ ഡ്രസ്സാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡാണ്. ചിറകടക്കം എവറിത്തിങ്സ് ഹാൻഡ് മെയ്ഡ്. അതെ, ടിയാറ എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ആൻഡ് ഐ തിങ്ക് ഐ എം ഗോയിങ് ടു കീപ് ദിസ് ഫോർ എവർ. എന്നിട്ട് ഷുട്ടു ഞങ്ങളിടയ്ക്ക് ഷുട്ടു ഓക്കെ. നോറബി വലുതാവുമ്പം നമ്മൾ നോറക്കുട്ടീനോട് പറയും, നോറക്കുട്ടീൻ്റെ അച്ഛൻ, തുന്നൽ അറിയാത്ത അച്ഛൻ ഒരു രാത്രി ഇരുന്ന് തുന്നിയ ഒരു ഡ്രസ്സാണ് ഇതാണ്. സോ ക്യൂട്ട് ഡ്രസ്സ്. കാരണം നമ്മൾ ഹണി ഡ്രസ്സ് എവിടെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. ലൈക്ക് ആമസോണിൽ നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട്
ആർട്ടിസ്റ്റ് ബേബി വിചാരിച്ചു സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാന്ന്. വിശക്കുന്നെനിക്ക്. ഷമൂസ കഴിക്കാം. ഭാഗമായോ? നമ്മൾ ഈ മാസം അവസാനം നാട്ടിൽ വരുന്നുണ്ട് പറഞ്ഞല്ലോ. ബട്ട് മഴയാണെന്ന് അറിയാം. ബട്ട് ഈവൻ ദെൻ എങ്ങനെ നമ്മൾ ചൂടത്ത് നിൽക്കും എന്ന് എനിക്കറിയില്ല. നോർബി നമ്മളെ അച്ഛ അമ്മ എന്നാണ് വിളിക്കുന്നത്, അല്ലാണ്ട് മമ്മ ഡാഡാന്ന് വിളിക്കുന്നത്. കുടിക്കുക. വാവ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഭക്ഷണത്തിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. നമ്മൾ തിന്നുന്ന കാണുമ്പോൾ എല്ലാം നോക്കിയോ. പക്ഷെ സമൂസയൊന്നും കൊടുക്കാനായിട്ടില്ലല്ലോ. പിന്നെ ആദ്യമായിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ളൂ. ബാഗാ ചേട്ടാ ചൂടുണ്ട്. വെജിറ്റബിൾ സമൂസ നല്ല സമൂസ കേട്ടോ. അടിപൊളി സമൂസ. ഇത്രയും കാലം കഴിച്ചാൽ നല്ല സമൂസ. ഇഷ്ടപ്പെടണം. നോർത്ത് ഇന്ത്യൻ എനിക്ക് ആക്ച്വലി പൊട്ടറ്റോ ഉള്ള സമൂസ ഇഷ്ടമല്ല. ബട്ട് ദിസ് ഇസ് ആക്ച്വലി ഡീസെന്റ്. ഞാനും നമുക്ക് തളിച്ചിരിപ്പം എന്തെല്ലാം തിന്നണം. എന്നല്ല നോക്കുന്നത്, സമൂസയാണ് നോക്കുന്നത്. നിലത്തൊറ്റിക്കും കേട്ടോ. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. ഞാൻ പാടൂയ്യ പക്ഷെ കൊച്ചും കൂടി കഴിഞ്ഞിട്ടോ ഉപ്പിച്ച് കടത്തി കളയുന്ന എന്താ രസം കിട്ടുന്നത്. ഇങ്ങനൊരു സ്ഥലമുണ്ട് നമ്മളിവിടെ 4-5 വർഷമായി നിൽക്കാൻ നമ്മൾ അറിയില്ലല്ലോ. ഹിഡൻ സ്പോട്ട് ജം പറഞ്ഞിരിക്കാൻ കാരണം മേട്ട് കട്ടുറുമ്പ് കുറച്ചുകൂടി കയറി ടൗസൻഡിൽ കിറിയുമ്പോഴും കടിച്ചാലും. ഞങ്ങൾ ആക്ച്വലി നാട്ടിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും പച്ചപ്പും ഹരിതാപെല്ലാം നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുമോ. പക്ഷേ ഇവിടെ ചെമ്പരത്തി തലേ ചൂടാൻ പറ്റിയ പൂ. ഞാൻ നാട്ടിൽ പോയാലും പ്രാവശ്യം ഒരു ചെമ്പരത്തിരം വെച്ചിട്ട് ഒരു ട്രോപ്പിക്കൽ ബോഹോ വൈബ്സ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ചെമ്പരത്തി. തിരിച്ചു പിടിക്കണോ? ഇതിന്റെ ചിറകൊക്കെ ഡിറ്റാച്ചബിളാ. കാണിച്ചു തരാം. ചിലപ്പോൾ അങ്ങനെ തിരിച്ചു വെച്ചാൽ നമുക്ക് വെക്കാൻ പറ്റുമോ. വെൽക്രോ സ്മാർട്ടി പാൻസ്. തിരിച്ചു പിടിച്ചോ. ഇതാണ് ചെമ്പരത്തി. നടന്നു ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാം. ഫ്രണ്ടിൽ പോണോ അമൽ ബ്രോ? ഞാൻ ഫ്രണ്ടിൽ വരാം. ഇതാണ് ഫിഡ്ലി ഫിഗ്. അത് എവിടെയോ നോക്കുന്നത്. എന്ത് ഫിഡ്ലി ഫിഗ്. ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് കണ്ടിട്ടാണ്. കുറച്ച് നൂലൊക്കെ കാണുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് അല്ലേ? അതങ്ങനെ അതൊക്കെ അല്ലേ എൻ്റെ രസം. കൈ കൊണ്ട് തുന്നി മെഷീനൊന്നും ഉണ്ടായിട്ടില്ല. മെഷീൻ ഞാൻ കടം വാങ്ങി. മെഷീൻ ഉപയോഗിക്കണം വേണ്ടേ. പൂവൊക്കെ കണ്ടോ? ആന്തൂറിയം കണ്ടോ കണ്ടോ. ഇതൊക്കെ നാട്ടിലുണ്ടാവാറുണ്ട്. നാട്ടിൽ പോകുമ്പോ നമുക്ക് എന്തൊക്കെ കാണണം. ചക്ക, മാങ്ങ, തേങ്ങ, പിലിമ്പി, ചാമ്പക്ക, പേരക്ക. അതെ അതെ അതെല്ലാം ശരിക്കും ഇവിടെ വരുമ്പോ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം. പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ. വാഴയൊക്കെ ഉണ്ട്. ആകർഷിട്ടാ നിങ്ങളെ 2 ഇട വെച്ചിട്ടുണ്ട്. അതെ ട്രാവലേഴ്സ് ഫാം എന്നാട്ടോ ഇതിന് പറയാ. ട്രാവലേഴ്സ് ഫാം കണ്ടോ. വലിയ വാഴ പോലെ. മൂസ ആണോ? അല്ല മൂസ ബനാനന്റെ ഫാമിലി ആടി. എന്തായാലും കിടില സ്ഥലം. എന്തൊക്കെയാ
കുറച്ചേരം നമുക്ക് അതെ ഭംഗി ആസ്വദിക്കാം ആ ഫേൺ നമ്മളെടുത്തില്ലേ നാട്ടില്. സോ 6 months ആയിട്ട് ഏറ്റവും രസമുണ്ടായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഷുട്ടു. സോറി നോറബി മൈ ബാഡ്. ഞങ്ങള് സ്നേഹത്തോടെ ഇല്ല നോറബി എനിക്ക് മനസ്സിലായി നോറബി എന്നാണ് എപ്പോഴും പറയാം. പക്ഷെ നമ്മൾ അറിയാണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പോകൂലേ, സ്നേഹം ഇങ്ങനെ വല്ലാണ്ട് കൂടുമ്പോ ഷുട്ടുമണി വിളിച്ചു. അപ്പം ഇന്ന് നോർക്കുട്ടിക്ക് ശരിക്കും 6 months എക്സാക്ട് 6 months ആയതാണ്. ഡിസംബർ ജൂൺ 7th. അപ്പൊ നമ്മള് 6 മാസം പ്രായമായി. അതെ 6 മാസം പ്രായമായി. എന്താ അല്ലേ വി വർ തിങ്കിങ് ലൈക്ക് ടൈം ഫ്ലൈസ്, എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് സമയം പോകുന്നത് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ആക്ച്വലി നമ്മളുടെ ബർത്ത് വ്ളോഗ് ഞാൻ വെറുതെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നായിരുന്നു, എൻ്റെ നെഞ്ഞത്തെടുത്ത് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഷീസ് ലൈക്ക് 6 months നൗ. എന്ത് പെട്ടെന്നല്ലേ കുട്ടികൾ വലുതാവുന്നത്. അത് അറിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടമാണ്. പക്ഷേ സോ ഹാപ്പി ടു. ഇല്ല ബേബി ഫീവർ ഇല്ല, കാണിക്കാം നമുക്ക്. നല്ല സ്ഥലം, കുറേ ചെടികളെല്ലാം ഉണ്ട്. ഇവരെങ്ങനെയല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ. ഇഷ്ടമായോ ഈ സ്ഥലം? നോർബി ക്യാമറ കണ്ടാൽ പിന്നെ ക്യാമറയിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യൂ, വേറെ എവിടെയും ഫോക്കസ് ചെയ്യും. ഷൂട്ടിന് കുറച്ച് മീനൊക്കെ കാണിച്ചോ. മീനൊക്കെ ഉണ്ട്. മീനാ ഗോൾഡ് ഫിഷ് കാണിച്ചല്ലേ ഷൂട്ടിന്. Let's go see the goldfish. Or carp or whatever. Koi, yes. Sorry. Yeah, koi. I think goldfish ആണ് തോന്നുന്നു, koi അല്ലത്. ഫിഷി ഷുട്ട് ഷുട്ട് കണ്ട മാറ്റിക്കോ. കണ്ട ഷുട്ട് നോറബി ഫിഷി ഗോൾഡ്ഫിഷ് കാണുന്നുണ്ടാ നോക്കുന്നുണ്ടാ. എപ്പോഴും അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലല്ലേ, ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. നമുക്ക് അച്ഛൻ മീൻ പിടിക്കാൻ ഇവിടെ പഠിപ്പിക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് മീൻ പിടിക്കാൻ കൊണ്ടോ അല്ലെ കുട്ടീനെ? കുട്ടീനെ ബോട്ടിൽ കൊണ്ടോ പിടി 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 കേട്ടോ. പിടി 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 പിടി. അങ്ങനെ ചെയ്യാം. ഓക്കെ. അയ്യോ ചുട്ടൊരു കുപ്പായം മാറി, അതെങ്ങനെ? Funny guy. We got so lucky today because ഇന്ന് ആക്ച്വലി ഈ സംഭവം പൂട്ടാൻ, കാരണം ഇവിടെ ഇപ്പോൾ സമ്മർ ആയല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാവും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇത് ഇന്ന് പൂട്ടിയിട്ട് ഇനി സെപ്റ്റംബറിലെ തുറക്കും അത്ര. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് മിസ്സായിരുന്നു. ഞാൻ ആക്ച്വലി മൺഡേ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ നാളെ വാവേൻ്റെ വാക്സിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നാളെ അതിനെന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഏനക്കേട് ഉണ്ടാവുമല്ലോ, ഒരു മുട. അപ്പം വി തോട്ട് നാളെ എടുക്കുന്നത് മണ്ടത്തരാന്ന് വിചാരിച്ചിട്ട് ഇന്ന് വെറുതെ വന്നതാണ്. എന്താ അല്ലേ എനിക്കറിയില്ല എന്തെന്ന് പൂട്ടിപ്പോന്ന്. ഇന്ന് പൂട്ടിപ്പോയെങ്കിൽ നീ എങ്ങനെ പൂവും കായെല്ലാം കാണുവേനു? ഇരിക്കും നോക്കുക. എന്നത് കൊളക്കോയാണോ? കൊളക്കോയില്ല, കോഴിതരം കോഴി ഫെസന്റ് പോലത്തെ സാധനം. എന്തേ തിന്നാൻ പറ്റി. ഉറക്കം വരുന്നുണ്ട്, വിശക്കണുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഇവിടെ ഭയങ്കര ക്ലൗഡിയാണ്. തണ്ടർസ്റ്റോമാ ഗായു. ഗായു പൈലറ്റ് ആയതുകൊണ്ട് ഫുൾ ടൈം വെതർ ആപ്പിന്റെ ഉള്ളിൽ പെട്ടിട്ടതാ ഗായുവിനെ. അത് മര്യാദ കിട്ടുകൊടുത്തില്ല നീ കുട്ടനെ തായോ. ചൂടായിപ്പോ എന്റെ കുട്ടി. എനിക്ക് സത്യമായിട്ടും അറിയില്ല, നീ എങ്ങനെ നാട്ടിലെ തലശ്ശേരി പോയാൽ നമ്മൾ നിൽക്കും? നീ ചൂട്ടത്ത് അവിടെ ഭയങ്കര ചൂടാത്രേ, പക്ഷെ മഴയുണ്ട്. ഇതന്നെ എന്നെ താങ്ങാൻ പറ്റുന്ന. ഇന്ന് എത്ര ഡിഗ്രിയാ? 30 എടാ നമുക്ക് എന്റെ ഇത് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ അടിയിലത്തെ ഇടണ്ടടാ, അങ്ങനെ കാർ സീറ്റിൽ. നമ്മളിനി അടുത്ത സ്ഥലത്തോട്ടേക്ക് പോവാണ്. നോർബി 4:30 വരെ ഈ ഒരു സംഭവം ഓപ്പൺ ആയിട്ടുള്ളൂ. ഒരു ക്ലോസപ്പ് എടുക്കുന്ന റജൈന ഫ്ലോറൽ കൺസർവേറ്ററി. അടിപൊളി സൂപ്പർ സ്ഥലമാണ്. ഇനിയിപ്പോ ദിസ് ഇയർ ഇറ്റ്സ് ക്ലോസ്, നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ. അടുത്ത കൊല്ലം ഇവിടെ ഇങ്ങനെ വരണം. അടുത്ത കൊല്ലം ഇക്കൊല്ലം. ഇക്കൊല്ലം ഫോളിലെല്ലാം നല്ല ചില്ലിയാൻ അല്ലേ, തണുപ്പാകുമ്പോ നമുക്ക് എന്നിട്ട് മൂസ്ജോലുള്ള മറ്റേ സ്പായിലും പോയി തിരിച്ചൊന്ന് ഇവിടെ കുത്തിരുന്ന്. സോ നൈസ്. അങ്ങനെ ഉറക്കം വരുന്നുണ്ടോടാ? അതല്ല ഞാൻ അടുത്തത്. വീടുന്ന് ഉറക്കി അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കോ, അതിന്റെ രഥത്തിൽ വെച്ചോ.
അയ്യോ നമുക്ക് അവിടെ ഇതുണ്ട് ഹാങ്ങർ മാറ്റ്. ഹാങ്ങറുണ്ടോ? അജോ അതിലിരിക്കുന്ന വലിയ താല്പര്യമൊന്നും ഇല്ല. ഇരിക്കുക. നാട്ടിൽ പോകുമ്പോൾ ഒരു കാർ സീറ്റ് വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അതായത് നാട്ടിലൊരു കാർ സീറ്റ് വാങ്ങണം. കാരണം ഇത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കര യൂസ്ഡ് ആണ്. അപ്പോൾ ലോങ് നമുക്കൊരു 2 hours 3 hours ഒക്കെ പോണെങ്കിൽ she has done it before and she's okay with it. അപ്പോൾ നമുക്ക് it's better that we do something like that അല്ലേ പാവല്ലേ ചുട്ടു. അതെ 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 അല്ലേ ചുട്ടു. എല്ലാവരും ഫോണും അല്ലേ ഇതിൻ്റെ ഉള്ളിലാണ്. അതെ അപ്പൊ ഇനിയും ഇനി നമുക്ക് എനിക്ക് വിശക്കുന്ന ഇതിപ്പോ എന്തിനാ കഴിച്ചിട്ട് ചൂടെടുക്കും. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഓക്കെ ഐസ് കഴിക്കാം. അത് നല്ല നീക്കാണ് അതിന്. ഭയങ്കര ചൂടെടുക്കും. സെക്കൻഡ് ഇടല്ലേ ഗായത്രി? യെസ്. അതെ they were so kind, they were so nice. അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ സ്ഥലം തന്നു. അതെ. നമുക്ക് കാറിന്റെ ഉള്ളിൽ ഒരു പട്ടി അമൽപ്രോ സൂം ചെയ്യാൻ പറ്റും. എവിടെ? ലെഫ്റ്റില് ആ പർപ്പിൾ കാറിന്റെ ഉള്ളിൽ. കഴിഞ്ഞ ആഴ്ച വന്നേ. നമ്മളിപ്പോൾ ഐസ്ക്രീം ട്രക്കിൻ്റെ അടുത്ത് വന്നു. ഈ ഐസ്ക്രീം ട്രക്കായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബന്ധമാണ്. കാരണം പ്രഗ്നൻ്റ് ആയ സമയത്തും കഴിഞ്ഞ സമ്മറിൽ ഇവിടെ വന്നിട്ടാണ് ഐസ്ക്രീം തിന്നത്. നോറബി ഉറങ്ങിപ്പോയി. അപ്പം നമുക്ക് രണ്ടാക്കും പോയിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ട് വരാം. ശരിയാ, മഴയും ചാറുന്നുണ്ട്. അപ്പോൾ അതിനെ വെറുതെ സ്ട്രോളറിൻ്റെ പുറത്ത് എടുപ്പിച്ചിട്ട് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്. ഇപ്പം നല്ലോണം നമ്മളോട് ഇത്രയും സമയം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായി. അത് ഉറങ്ങിക്കോട്ടെ കുറച്ച്. ഐസ്ക്രീം തിന്നുമ്പോഴേക്കും അത് ചിലപ്പോൾ എണീക്കുമായിരിക്കും. ഇന്ത്യയിലല്ലല്ലോ. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ പേടിക്കണം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. ചിലപ്പോൾ നമ്മൾ ചത്തോ. അതിൻ്റെ ആവശ്യമില്ല. പോണം. ഇന്ന് നമുക്ക് ഇതെടുത്തിട്ട് പോകുന്ന കറങ്ങുകയും ചെയ്യാം. റെസ്റ്റ് അമൽപുരം എങ്ങനെ വരും? നമ്മുടെ ബാക്കിൽ ഓടുവോ? നമ്മൾ വെള്ളത്തിൽ ചാടുമ്പം അമൽപുരവും വെള്ളത്തിൽ ചാടണം. നോക്ക് നോക്ക്. എന്താ ഓർഡർ ചെയ്യാ? എടാ കഴിഞ്ഞ പോലെ ഇതേ സമയം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായി. പട്ടിക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഫോട്ടോ പട്ടി. എടി ഇതിന്റെ മെനു എവിടെയാ? ക്ലോസ് ഒന്നും ചെയ്തത് എന്താ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മെനു എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പൂട്ടിയതാണോ നീ? So we're open. The menu boards just have to be inside because they're hand drawn with chalk, so they can't handle the rain. Oh, no worries. What do you guys have right now? So yeah, we have our ice cream, which we can put in a cup or in a cone. We have 9 flavors. Or we have 2 sundaes. We have a chocolate fudge brownie sundae, a score caramel sundae. We have 3 floats. We have an orange creamsicle float, a root beer float. We have a Coke float, and then we have a kind of an avocado Starbucks type ice cream. Let's go with that. Let's go with one of those. And Okay. do you want a sundae, baby? Yeah, I'll take Sunday. We'll go with a fudge, so the chocolate fudge sundae, a score sundae, Yeah, good choice. and one of those, what do you call that? Yeah, the avocado. Yeah, that's everything. That's good. You Alla ordered the small best madi item. vara. Thanks. $30. Small madi vara. Yeah? Let's small. Size ഉണ്ട്. Okay, you got a brownie sundae? Not for them. No, not. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ നാട്ടിൽ പോവാന്. എന്റെ ഫോണാ ഞാൻ പോയിട്ട് ഇതായിരുന്നു. എന്താ അയ്യോ പക്ഷേ അതായത് പിന്നെ ബുദ്ധിമുട്ടല്ലേ ഇത്? എന്തടാ? ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇതാക്കണ്ടത് തലവേനയാന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിൽ പോകാൻ. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ നാട്ടിൽ പോകാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നാട്ടിൽ പോയി എന്ത് തിന്നും, എന്തൊക്കെ എന്താ പറയുക, എവിടെയൊക്കെ പോവും, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അറിയില്ല, ഫണ്ണായിരിക്കുമല്ലേ? പൊളിയായിരിക്കും. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് നോറബീൻ്റെ ചോറൂണാണ്. ഗുരുവായൂർ വെച്ചിട്ടാണ് ചോറൂൺ. അങ്ങനെയാണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. എന്താ അല്ലേ നമ്മളിപ്പോൾ പെലിക്കാനൊന്നും കണ്ടില്ല. ഇവിടെ സാധാരണ നല്ല കുറേ ഡക്സ്. റിജൈന സപ്പോസ് ടു ബി എ ബേർഡ് ഫ്രണ്ട്ലി പ്ലേസ്. ഇവിടെ ഒരുപാട് മറ്റേ മൈഗ്രറ്ററി ബേർഡ്സ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിങ്ങനെ മാലഡ് ഡക്സ്, കനേഡിയൻ ഗീസ്, സ്നോ ഗീസ്, പിന്നെ പെലിക്കൻസ്, സീഗൾസ്, പിന്നെ ഒരുപാട് തരം വേറെ ഡക്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ നോക്കിയാൽ അവിടെ ഒരു മാലഡിനെ കാണാം. മലാഡ്. ഈ
വേദനിപ്പിക്കല്ലേ എന്നെ. മസാജ് ചെയ്തല്ലേ ഈശ്. ശല്യാണ് നടക്കുന്നത്. പിച്ചല്ല എന്റെ രസം അല്ലേ? കടി കൂടിയത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ പിടിച്ച് പീച്ചുന്ന. നല്ലതല്ലേ മോളു? നിങ്ങൾ പറയാൻ പോയ ആ ഒരു മറ്റൊരു പെണ്ണിന്റെ പേര് കേട് പറയരുത്. നിങ്ങളോട് വൃത്തിയോട് പറയണ്ട. ഞാൻ വൃത്തിയോട് കാട്ടട്ടെ. വേണ്ട വേണ്ട വേണ്ട. എല്ലാരും നാട്ടിക്കട്ടെ. നാട്ടുകാര് ഇതേ കാണും, എല്ലാരും കണ്ടോളും. അയ്യോ നാട്ടുകാരെ ഓടി വരുന്ന ഈ കടയ്ക്ക് തീ പിടിച്ചേ. Thank you. There you go. And then I have a score Sunday. Yeah, there you go. I have a Starbucks float here. Thanks. Hey, have a good one. താങ്ക് യു. കാണിക്കാണി ബാക്കിലൊരു പെണ്ണുകൾ നിൽക്കുന്നുണ്ട്, തടഞ്ഞു വീഴറ്. I won't give you any. കാപ്പിയാ? എനിക്ക് സത്യം പറഞ്ഞൊരു കാര്യം പറയണ്ടേ, എനിക്ക് അറിയില്ല ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ സ്റ്റാർബക്സ് ഇത്രയും ഇഷ്ടം എന്ന്. എനിക്ക് സ്റ്റാർബക്സ് പോയിട്ട് ഒന്ന് ഓർഡർ ചെയ്യാൻ പോലും എനിക്ക് അറിയില്ല. ഇവിടെ വന്നിട്ട് ഞാൻ സ്റ്റാർബക്സിൽ ഒരു പ്രാവശ്യം പോലും കോഫി ഞാൻ കുടിച്ചിട്ടില്ല. എനിക്കിത് ഈ ഗ്രൂണ്ടേ എന്ന് പറയുമ്പം എനിക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് ആ പേടിച്ചിട്ട് ഞാൻ സ്റ്റാർബക്സിൽ പോകില്ല. ഞാൻ ടിം ഹോട്ടൽസ് ഡബിൾ എന്ന് മാത്രമേ പറയൂ. എല്ലാം ഡബിൾ, ക്രീം ഡബിൾ, ഷുഗർ ഡബിൾ ചാവട്ടെ. അതെ. ഐസ്ക്രീം ഇതെന്നാ സ്കോറോ? Score. നിനക്ക് എന്താ സ്കോറാ? കൊടുത്തോ. ഇതാ സ്കോർ. നിക്ക് ബ്രൗണി മതി. നമുക്ക് ബ്രൗണി വേണ്ട പറഞ്ഞേ. വേണ്ടെന്ന് പറഞ്ഞാ എന്താ? നമുക്ക് ചോക്ലേറ്റ് വേണ്ട. ആണോ? നമുക്ക് ഗൈ നീ പുറത്തിറങ്ങാം. ബാ ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ പറയാം. ഇതിനൊരു മധുരത്തിൻ്റെ കളിയായിരിക്കും. എനിക്ക് വിപ്പിംഗ് ക്രീം ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചെയ്യണം തോന്നി. വിപ്പിംഗ് ക്രീം ഇങ്ങനെ വായിൽ അടിച്ചിരുന്ന സാധനമല്ലേ. വാങ്ങണോ? എന്താ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ നല്ല ടേസ്റ്റ്. കാപ്പിയും ഗായുന് ബ്രൗണി തരാ. എനിക്ക് ജീവിതത്തിൽ ഷുഗർ കട്ടൊന്നുമില്ല. കാലറി കൗണ്ടിങ് ജീവിതം വളരെ ബോറാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കാലറി കൗണ്ട് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ഒരു ആനകുട്ടിയായി മാറി. ഇഷ്ടല്ലേ വലുത് തരാം. ഞാൻ എൻ്റെ ബൈറ്റ് വെച്ചിട്ട് എടുത്ത് പല്ലിന് ഭയങ്കര സെൻസിറ്റിവിറ്റി. നല്ല ഉറക്കം. വീഡിയോയിൽ എടുത്തിട്ട് അത് ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നോർബി ക്ഷീണിച്ചു പോയി. എന്താല്ലേ ബ്രൗണീൻ്റെ കഷ്ണമുണ്ട്. നമ്മള് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി 7 o'clock ആവുമ്പം നോർബീൻ്റെ സ്ലീപ്പ് ടൈമാണ്. 7 മണിക്ക് കിടത്തി ഉറക്കും. അതാവുമ്പം എനിക്കും ആകർഷിക്കണം മീ ടൈം കിട്ടുമല്ലോ. ഏത് എന്താ ഇങ്ങനെ കുമ്പ ഇങ്ങനെ തള്ളി വെക്കുന്നത്? അറിയില്ല. എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം കുളീൻ്റെ മുന്നെയാണ് വാവേനെ കുളിപ്പിക്കാൻ. വാവേൻ്റെ റുട്ടീൻസിൽ നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ മിക്സപ്പായി പോയാലോ? ക്യാമറയിൽ എല്ലാരെയും നോക്കി ഹായ് പറ. മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ ചേഞ്ച് തരുമോ? ആണോ? ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ. ശില്പ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ ബൈ. വിശക്കുന്നുണ്ടോ? ഹായ് 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 ഹായ്. എല്ലാവരോടും ടാറ്റ പറ. വാവേ നോർബി ടാറ്റ പറ. ടാറ്റ ടാറ്റ. ഇന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉറങ്ങാൻ പോകുന്നതാണ്. നോർക്കുട്ടി 7 മണിയാകുമ്പോൾ നോർക്കുട്ടി ഉറങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് പോയി ഉറങ്ങാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റ ബൈ പറ. ടാറ്റ പറ. ടാറ്റ ടാറ്റ. എല്ലാവരോടും ടാറ്റ പറ. ടാറ്റാ.
ചുട്ടുപണി